ഇതാരായിപ്പോ ഈ വെളുപ്പം കാലത്ത്? ഒന്ന് പോയി നോക്ക്, ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ. നീയായിരുന്നോ? എന്തൊക്കെയുണ്ട്? നീയായിരുന്നല്ലേ? അതെ, ഞാൻ തന്നെ. I missed you. I missed you too. Thanks for coming. നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് പിക്ക് ചെയ്യായിരുന്നില്ലേ? അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് സർപ്രൈസ് തരും? അത് ശരിയാ. അല്ല, എന്റെ ചേച്ചി എവിടെ പോയി? അവളോ? നല്ല ഉറക്കമാ. നീ ഒരു കാര്യം ചെയ്യ്, പോയി ഫ്രഷ് ആവ്. ഞാൻ നിനക്ക് വേണ്ടി പോയി ചായ ഇട്ട് തരാം. ഓ ചേട്ടൻ പൊളിയാണ്. താങ്ക്സ്. ആഹാ, കുളിച്ച് റെഡിയായല്ലോ. എന്താ, നല്ല ചൂടൻ ചായ റെഡി. വാവ് ചേട്ടാ, നല്ല അടിപൊളി മണം. നിന്നെ പോലെ തന്നെ. അത് ശരി, എന്താണ് ഒരു സോപ്പിടല്? എന്താന്നറിയോ, കല്യാണത്തിന് മുമ്പ് സോപ്പിടല് പ്രാക്ടീസ് ഉണ്ടാവുന്ന നല്ലതാ. അത് ശരി, എങ്കി പറ, എന്തിലൊക്കെയാ പ്രാക്ടീസ് തരാൻ പോന്നെ? ഇച്ചിരി കുറുമ്പ് കൂടുതലാ ചേട്ടാ. ഞാൻ ഭാര്യയുടെ അനിയത്തിയാ, അപ്പൊ പാതി ഭാര്യയെ പോലെയാ. അപ്പൊ കാര്യം പറയുന്നതില് തെറ്റൊന്നുമില്ല. എന്നാ കേട്ടോ. ഈ ഒരു ഡ്രസ് ഇട്ടിട്ട് നീ ഭയങ്കര ഹോട്ടാ. ആഹാ, അപ്പൊ ഇതിനെന്ത് വിളിക്കും? എന്റെ കുറുമ്പ് കൂട്ടത്തിലൊരു സത്യവും. എന്റെ ചേച്ചി ശരിക്കും ലക്കിയാ. ഇപ്പോ ഇത്രയും നല്ല കുക്കിനെയും കിട്ടി, സോപ്പിടാൻ ആളെയും കിട്ടി. ഭാഗ്യം തന്നെ. രാഹുൽ, ഭർത്താവിനെ പുകഴ്ത്തിയത് മതിയടി. ചേച്ചി ശരിക്കും ഭാഗ്യം ചെയ്തതാ. ചേട്ടൻ ചേച്ചീനെ രാവും പകലൊന്നില്ലാതെ പ്രേമം കൊണ്ട് മൂടാന്ന് എനിക്കറിയാം. ഒന്ന് അടങ്ങടി ചേട്ടാ, ഒന്ന് സൂക്ഷിച്ചോ. ഐസ്ക്രീം. ഓ വാവ്, ഇത് പിടിക്ക്. താങ്ക് യു. പക്ഷെ ചേച്ചി, ഞാനിത് കഴിക്കണമെങ്കിൽ ചേട്ടൻ ചേട്ടന്റെ കൈകൊണ്ട് തന്നെ തരണം. എന്നാ പിന്നെ രാഹുൽ എന്നെ അവക്കം കൊടുത്തേക്ക്. മഹാറാണി കഴിക്കേ. ആദ്യം ചേട്ടൻ. ആദ്യം നീ. ആദ്യം ചേട്ടൻ. ആദ്യം നീ. അല്ലേട്ടാ, ആദ്യം ചേട്ടൻ. ആദ്യം നീ. ആദ്യം ചേട്ടൻ. ഇല്ല, പറയുന്നേക്ക്. ആദ്യം ചേട്ടൻ. ഇവിടെ ഞാനൊരുത്തി ജീവനോടുണ്ട്, ഒന്നും മൈൻഡ് ചെയ്യേ. അല്ലേ ചേച്ചി, ഞാൻ ചുമ്മാ ചേട്ടനെ കളിയാക്കിയതല്ലേ. ഞാൻ പോവാ. ആദ്യം നീ. ആദ്യം ചേട്ടൻ. ആദ്യം നീ.
ചേട്ടാ, ഒരു കാര്യം നോക്കിയേ. ഞാൻ എന്താ നോക്കണ്ടേ? ഈ ലോക്കറ്റ്. എങ്കിൽ കാണിക്ക്. ഇത് ചേട്ടന്റെ കൈ കൊണ്ടെടുത്ത് നോക്കണം. ഒരു കാര്യം അറിയോ? ചേട്ടൻ തന്നിട്ടുള്ള ഓരോ ഗിഫ്റ്റും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കിനി ചേട്ടനില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല. എൻ്റെ ഉള്ളിൽ ഇതേ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഒളിപ്പിച്ചു വച്ചാലേ പറ്റൂ. റാണിക്ക് പകരം കാജലിനെ കല്യാണം കഴിച്ചു പോയില്ലേ? അതിനിപ്പോ എന്താ? ഭാര്യയുടെ അനിയത്തി എന്ന് പറഞ്ഞ ഭാര്യയെ പോലൊക്കെ തന്നെയാ. ഒരു കാര്യം പറയട്ടെ, ഞാനിത് എപ്പോഴും ആലോചിക്കും. അപ്പം നമ്മൾ ഒരുമിച്ചാ പിന്നെ കുഴപ്പമില്ലല്ലോ. മനസ്സ് തുറക്കുകയും മുറി അടയ്ക്കുകയും ചെയ്താ മനസ്സിന്റെ ആഗ്രഹം കൂടുകയുള്ളൂ. ഇനി നമ്മൾ മടിച്ചു നിൽക്കുന്ന എന്തിനാ? നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം നമ്മൾ വേണം നടത്താൻ. ഇനി എൻ്റെ ആഗ്രഹങ്ങള് ഞാൻ അടക്കി വെക്കുന്നില്ല. രാഹുൽ. ആ ബേബി, നീയായിരുന്നോ? അതെ, ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം. ഓക്കെ, നിനക്കെന്തെങ്കിലും വാങ്ങണോ? വേണ്ട ബേബി. ആ പിന്നെ, നിനക്ക് ചായ വല്ലതും വേണമെങ്കിൽ റാണിയോട് പറഞ്ഞാ മതി. അവള് ചായ ഇട്ട് തന്നോളൂ. ആ ശരി. പോയിട്ട് എപ്പോ വരും? 1 മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. ഞാൻ മാക്സിമം വേഗം വരാം. ഓക്കെ ഓക്കെ. ബൈ ബൈ. റാണി, റാണി. റാണി, എന്തോ? ഇന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ദൈവമായിട്ട് തന്ന അവസര. നിനക്കറിയോ, രാവിലെ ആണെങ്കിൽ എല്ലാം നല്ല രസമാണ്. എന്താണ് രാവിലെ തന്നെ ഇത്രയ്ക്ക് സ്നേഹം? ചേച്ചി ഇവിടെ ഇല്ലെന്ന് തോന്നല്ലേ? അല്ലാതെ പിന്നെ ഒരവസരം കിട്ടിയാൽ പിന്നെ അത് വിനിയോഗിക്കണ്ടേ? അത് ശരി.
കാജൽ മോളെ. ആ കമലച്ചിട്ടെ. ആ ഇതിപ്പോ ഒന്നു എന്തൊക്കെയുണ്ട് വിശേഷം? ആ മോളെ, നല്ല വിശേഷം. ആ ഒരു കാര്യം പറയട്ടെ. എന്താ? ദൈവത്താണ് ഞാൻ നോണ പറയാറില്ല മോളെ. ഇന്നലെ രാത്രി രാഹുലിനോട് പറ എല്ലാത്തിനും ഒരു ഒളിയും മറയും വേണോന്ന്. ആ നീ ഇത്തിരി ആവേശം കുറച്ചോ. നിങ്ങളുടെ വീടാണെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോ ശ്രദ്ധിക്കണ്ടേ മോളെ. അല്ലെങ്കിൽ തന്നെ ആൾക്കാർ എന്ത് ചെയ്യുവാന്ന് നോക്കിയിരിക്കുക സോഷ്യൽ മീഡിയയിലിടാൻ. വൈറലാവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ശരിയെന്നാ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആ റാണി, എന്താ ചേച്ചി? ഇതെന്താ റാണി? നീ ചേച്ചിയുടെ കുടുംബം നശിപ്പിക്കുകയാണോ? രാഹുൽ എന്റെയാണ്. ആ ആഗ്രഹം മാറ്റിവെച്ചേക്ക്. രാഹുല് ചേച്ചിയുടെ അല്ല, ഇപ്പൊ ചേട്ടൻ എന്റെയാണ്. ചേച്ചി അന്നൊരു ദിവസം അമ്മായിയുടെ വീട്ടിൽ പോയില്ലായിരുന്നു? അന്ന് ഞാനിവിടെ വന്നിരുന്നു. അന്നീ മൂക്കുത്തി ചേട്ടൻ അഴിച്ചെടുത്തത്. ഇന്നു മുതൽ നീ രാഹുലിന്റെ റാണിയാ. ഈ പാലൊക്കെ ഞാൻ കുടിച്ചോളാം. പക്ഷെ ജീവിതകാലത്തിൽ ഒരിക്കലും മാറാത്തൊരു ലഹരി ഇന്ന് നീ എനിക്ക് തരേണ്ടി വരും. ഞാനാ ലഹരിയാണ് ചേട്ടാ. ഈ ലഹരി ഒരിക്കലും അവസാനിക്കില്ല. എങ്കിലും നമുക്ക് വേഗം തുടങ്ങിയാലോ? ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നതാ. റാണി, രാഹുൽ നിന്റെ ആയെങ്കിൽ തന്നെ ഒരു കാര്യം മറക്കണ്ട, ഞാൻ തോറ്റുതരാൻ പോകുന്നില്ല. അപ്പൊ ചേച്ചി എന്നോട് ഏറ്റുമുട്ടാൻ പോവാണോ? ചേച്ചിയുടെ ഭർത്താവിനെ ഞാനിപ്പോ സ്വന്തമാക്കി കഴിഞ്ഞു. ഈ കാണുന്ന വീടില്ലേ, ഇവിടുത്തെ വീട്ടുകാരി ഇപ്പൊ ഞാനാ. കളി തുടങ്ങിയിട്ടേ ഉള്ളൂ റാണി. നിനക്കൊരു കാര്യം അറിയാലോ, തോക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ചെറുപ്പം മുതൽ തോറ്റതിനുള്ള പ്രതികാരം എനിക്ക് ചെയ്യണം. രാഹുൽ, നീ വന്നത് നന്നായി. ഞാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് പോവുമായിരുന്നു. നീയും കൂടെ വാ. കാജൽ, അത് ഇന്ന് ഓഫീസിൽ ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ടായി. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക. നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് ഒറ്റയ്ക്ക് പോവാവോ? ആ ശരി, ഞാൻ പോയിട്ട് വരാം. നീ റെസ്റ്റ് എടുത്തോ. ഓക്കെ.
ചേട്ടാ, വെള്ളം. റാണി, ഉം, എന്റെ ദാഹം വെള്ളം കുടിച്ചാ മാറില്ല. അതിനല്ലേ അല്ല. ഞാൻ. നീ ഒന്ന് നിക്ക്, ഞാൻ കുടിച്ചിട്ട് വരട്ടെ. ആകെ വേർതിരിക്ക. ഉം, അതിനിപ്പോ എന്താ? മധുരം മാത്രമല്ല, ഉപ്പും എനിക്ക് ഒരുപാട് ഇഷ്ടാ. അമ്മയോ? എന്താ? ആ അമ്മ അനുഗ്രഹിക്കണം. നന്നായി വാ മോനെ. ആഹാ റാണി, അമ്മ വന്നത് കണ്ടില്ലേ? റാണി, നീ എന്താ ഇവിടെ? നീ കാൺപൂരിലേക്ക് പോയതല്ലേ? അതമ്മേ, ഞാൻ പോയിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. അമ്മ എന്താ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട്? സർപ്രൈസ് എന്നത് നീയല്ലേ മോളെ? ഞാൻ അവിടെ വീട്ടിലൊറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? നീയും അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ കാജലിനെ ഒന്ന് കണ്ടേക്കാന്ന് കരുതി, അതാ വന്നേ. അമ്മ ഇങ്ങോട്ട് വന്ന എന്തായാലും നന്നായി, അല്ലേ കാജൽ? അമ്മ വന്നത് വളരെ നന്നായി. കാജൽ മോളെ, മോളുടെ ഫോൺ കാണാതായില്ലായിരുന്നോ? അത് വീട്ടിൽ വെച്ച് പോയതാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ? മോളൊന്ന് നോക്കിയേ. അമ്മേ, അമ്മ ഓർമ്മിപ്പിച്ച നന്നായി. ഞാൻ ഫോണിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഫോൺ കിട്ടിയായിരുന്നോ മോളെ? ആമ്മ, മൊബൈൽ മാത്രമല്ല, കൂടൊരു തെളിവും. എന്നുവെച്ചാ? എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിയമ്മേ. അമ്മ, ഇത് കണ്ടോ? RRR, രാഹുലിന്റെ റാണിയുടെ രാസലീലകള്. റാണി! അമ്മേ, ഞാൻ നുണ പറയാന്നല്ലേ അമ്മ പറഞ്ഞത്? എനിക്കിവളോട് അസൂയയാണെന്ന്. റാണി എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുവാണമ്മേ. ചിലപ്പോ രാഹുലിന്റെ ഇവക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു കാണും. ഇപ്പൊ അവള് രാഹുലിന്റെ അടുത്ത് ബന്ധമുണ്ടാക്കി എന്നെ പുറത്താക്കാൻ നോക്കുവാണമ്മേ. നീ ഇതിനാണോ ഇങ്ങോട്ട് വന്നത്? നീ ഇത്രയ്ക്ക് നാണം കെട്ടവളാണോ? അമ്മ, അമ്മ എന്നോട് ക്ഷമിക്കമ്മേ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇല്ല, എനിക്കിത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല മോളെ. നിനക്ക് നിന്റെ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ ഒരു തെറ്റ് പറ്റിയതായിരിക്കും. നിന്റെ ചേച്ചിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലൊരു വൃത്തികെട്ട കാര്യം നീ ചേച്ചിയോട് ചെയ്തതായിരിക്കും. പക്ഷേ നിനക്ക് എന്ത് ന്യായ പറയാനുള്ളേ? നിനക്കറിയാവുന്ന കാര്യമല്ലേ കാജൽ ഒരു അമ്മയാവാൻ പോവുകയാണെന്ന്. എന്നിട്ടല്ലേ ഇങ്ങനൊരു പണി കാണിച്ചേ? മോളെ, ഉണ്ടായതൊക്കെ നീ മറക്ക്. രാഹുലിനോട് നീ ഒന്ന് ക്ഷമിക്ക്. ക്ഷമിക്കാനോ? രാഹുൽ, ക്ഷമ പോയിട്ട് എനിക്ക് നിന്റെ മുഖം പോലും കാണണമെന്നില്ല. എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് ഇയാളുടെ നിഴല് പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല.
അവന്റെ അച്ഛൻ എവിടെന്ന് അവൻ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം അവൻ ജനിക്കുന്നതിന് മുമ്പ് അവന്റെ അച്ഛൻ മരിച്ചത്. രണ്ടാളും ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങി പോടി ഇവിടുന്ന്. പ്ലീസ് അമ്മ, അങ്ങനെ പറയില്ല അമ്മ. അമ്മ വിടടി. അമ്മ പ്ലീസ്, എന്റെ കയ്യിൽ നിന്ന് വിടാൻ. അമ്മ. ചേച്ചി, ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇറങ്ങി ചേച്ചി പോടി. പ്ലീസ്, ചേച്ചി. മോള് കരയില്ലടാ.